ഹലോ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷന്റെ സെറ്റപ്പ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരായിരിക്കും നിങ്ങൾ എല്ലാവരും. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷന്റെ കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷൻ ആണ് കാണിക്കാൻ പോകുന്നത്. അതായത് ആപ്ലിക്കേഷന്റെ ഡിസൈൻ എങ്ങനെയാണ്, ഫീച്ചേഴ്സും ഫംഗ്ഷനാലിറ്റീസും എന്തൊക്കെയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഴ്സ് ഫയലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഏറ്റവും ടോപ്പിലായിട്ട് ആപ്ലിക്കേഷന്റെ പേര് കൊടുത്തിട്ടുണ്ട്, റീൽസ് ഗ്രാം എന്ന് പറഞ്ഞിട്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ സ്റ്റോറീസ് കാണാനുള്ള ഒരു ഓപ്ഷനാണ് പിന്നെ കാണുന്നത്. നമുക്കിവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റോറികളും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റോറികളും കാര്യങ്ങളും പോസ്റ്റ് ചെയ്യാനും പറ്റും കേട്ടോ. കണ്ടോ, ആൾക്കാർ ഇട്ടിട്ടുള്ള ആ ഒരു സ്റ്റോറികളും കാര്യങ്ങളും കാണാൻ പറ്റും. തൊട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇട്ടിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, കണ്ടില്ലേ? ഇവിടെ ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അഡ്വർടൈസ്മെന്റ് നമ്മൾ ആഡ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത്. ആ ഒരു വീഡിയോ നിങ്ങൾ എത്തി കാണില്ല. ഇഫ് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെയാണ് നമ്മുടെ ആഡ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ നമുക്ക് പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യാൻ കഴിയും, കമന്റ് ചെയ്യാൻ കഴിയും, ഷെയർ ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനൊരു ഫോട്ടോ ഞാനിപ്പോൾ ഇവിടെ ലൈക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ ഫേസ്ബുക്ക് പോലെ നമുക്ക് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. കമന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ എന്താണോ കമന്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ കമന്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലസ് ബട്ടൺ കൊടുക്കുക. പിന്നെ GIF ഇമേജസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. ഇവിടെ കണ്ടില്ലേ, ഏതെങ്കിലും ഒരു സ്റ്റിക്കറോ കാര്യങ്ങളോ സെലക്ട് ചെയ്യുക. ഈ ഒരു സ്റ്റിക്കറൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത കേട്ടോ. ആ ഒരു സ്റ്റിക്കറും കാര്യങ്ങളും ഇവിടെ വരുന്നതാണ്. പിന്നെ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ ഇട്ടിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ തൊട്ട് ഇവിടെ ആയിട്ട് നമ്മുടെ റീലിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റീലിന്റെ ഓപ്ഷനിൽ ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ടുള്ള റീൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു റീൽസിൽ നമുക്ക് ലൈക്ക് ചെയ്യണമെങ്കിൽ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കമന്റ് ചെയ്യണമെങ്കിൽ കമന്റും ചെയ്യാവുന്നതാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് ആ ഒരു റീലിന്റെ സെക്ഷനിൽ. അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ റീൽസ് കാണണമെങ്കിൽ ആ ഒരു ഫോളോവിംഗ് ക്ലിക്ക് ചെയ്താൽ മതി. എക്സാക്ട്ലി ലൈക്ക് ടിക്ടോക്കിൽ ഉള്ളതുപോലെ തന്നെ ആ ഒരു ഫോളോവിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ റീൽസും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളെ സെർച്ച് ചെയ്യാം. നമുക്കൊരു ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരാളെ നമുക്ക് സെർച്ച് ചെയ്യാം. ഞാൻ മറ്റൊരു ഡിവൈസിൽ നമ്മുടെ റീൽസ് ഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരാളെ ഞാനിപ്പം ഇവിടെ സെർച്ച് ചെയ്യാണ് നമ്മുടെ സെർച്ച് ബട്ടൺ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ജാസ്മിൻ എന്ന് പറഞ്ഞ ആളെയാണ് ഞാനിപ്പോൾ സെർച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ജാസ്മിനെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ജാസ്മിനെ ഫോളോ ചെയ്യാനും അൺഫോളോ ചെയ്യാനുമുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവരിട്ടിട്ടുള്ള പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് അവരിട്ടിട്ടുള്ള റീൽസും കാര്യങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ജാസ്മിന് ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനിവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം മെസ്സേജ് എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ കുറച്ച് നേരത്തെ അയച്ച മെസ്സേജും കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഞാനിവിടെ നമ്മുടെ മെസ്സേജ് സെക്ഷൻ ഒന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മള് ആ ഒരു ചാറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ കണ്ടില്ലേ, ആക്റ്റീവ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെയും അപ്പോൾ ആക്റ്റീവ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. രണ്ട് ഫോണിലും ആ ഒരു യൂസർ ഓൺലൈനിൽ വന്നപ്പം ആക്റ്റീവ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു മെസ്സേജ് അയക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഹായ് എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പൊ കണ്ടില്ലേ, അവിടെ ആ ഒരു ടൈപ്പിങ്ങിന്റെ സിമ്പിൾ വരുന്നുണ്ട്. കണ്ടില്ലേ, മെസ്സഞ്ചറിലൊക്കെ ഉള്ളത് പോലെ. ഒരു മെസ്സേജ് ഞാൻ അയച്ചിട്ടുണ്ട്. കണ്ടോ, അവിടെ ഹായ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഇവിടുന്നും ഒരു ഹായ് അയക്കുകയാണ്. ഓക്കെ, കണ്ടോ, അപ്പൊ ഇവിടെയും ചാറ്റിങ്ങിന്റെ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, മെസ്സേജ് അയക്കുന്നു. കണ്ടില്ലേ, ഇവിടെ ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്ക് ആ ഒരു യൂസറെ ഒന്ന് കോൾ ചെയ്ത് നോക്കാം. കോളിംഗ് ഫെസിലിറ്റീസും കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ട്. ഞാൻ ഇവിടെ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. കണ്ടില്ലേ, ഇവിടെ കോൾ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ ഇവിടെ കോളിന്റെ ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ ആ ഒരു കോളിംഗ് ഞാനിവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ കേൾപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇവിടെ ഒരു കോളിംഗ് ഫെസിലിറ്റീസും കാര്യങ്ങളും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ കട്ട് ചെയ്യുകയാണ് ഇപ്പൊ കറന്റ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ കോൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല നമുക്ക് നോക്കാം. ഞാനിവിടെ വീഡിയോ കോളിന്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നേരത്തെ വന്ന പോലെ തന്നെ ആ ഒരു കോളിന്റെ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ കോൾ അറ്റൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ ഒരു കമ്പ്യൂട്ടറിൽ എമുലേറ്ററിൽ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു സ്ക്രീൻ ചെരിഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇപ്പം ഈ ഒരു സ്ക്രീൻ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പെർഫെക്റ്റ്ലി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ബിക്കോസ് ഇത് റിയൽ ഡിവൈസിൽ നിന്ന് കോൾ ചെയ്യുന്നതാണ്.
സോ ആ ഒരു വീഡിയോ കോളും കാര്യങ്ങളും പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഞാനിവിടെ നമുക്കിവിടെ കോൾ വേണമെങ്കിൽ മ്യൂട്ട് ചെയ്യാം, ഓഡിയോ മ്യൂട്ട് ചെയ്യാം, വീഡിയോ മ്യൂട്ട് ചെയ്യാം, അതേപോലെ തന്നെ ക്യാമറ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. സോ ഞാനിവിടെ കോൾ കട്ട് ചെയ്യാൻ കേട്ടോ. അതേപോലെ തന്നെ നമുക്കിവിടെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ സ്റ്റിക്കേഴ്സും ഗിഫ്റ്റ്സും ഒക്കെ അയക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. സ്റ്റിക്കർ അയക്കണമെങ്കിൽ സെൻഡ് സ്റ്റിക്കർ ക്ലിക്ക് ചെയ്യാം. സോ നമുക്ക് ആ ഒരു സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങോട്ട് അയക്കാം കേട്ടോ. സോ ഞാനൊരു സ്റ്റിക്കർ ഇങ്ങോട്ട് അയക്കുകയാണ്. സോ ആ ഒരു സ്റ്റിക്കർ ഞാൻ അയച്ചു കൊണ്ടില്ലേ അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിപ്പം ഗിഫ്റ്റ്സ് അയക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു GIF ഫയൽസ് നമുക്ക് ഇവിടെ നിന്ന് അയക്കാവുന്നതാണ് കേട്ടോ. സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സംഭവം ഞാൻ ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. അതും ആ ഒരു സ്ക്രീനിലോട്ട് വന്നിട്ടുണ്ട്. സോ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ലോഡിങ് ആവുന്നതാണ് കേട്ടോ. സോ ആ ഒരു കാര്യങ്ങൾ പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇനി ആ ഒരു ആപ്ലിക്കേഷനിലുള്ള മറ്റുള്ള കാര്യങ്ങളോട് ഞാൻ പരിചയപ്പെടുത്താം. സോ അടുത്തതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു പ്ലസ് ബട്ടൺ ഇവിടെയുണ്ട്. സോ ഈ ഒരു പ്ലസ് ബട്ടണിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ നമുക്കൊരു പോസ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് എന്താണോ കൊടുക്കേണ്ടത്, നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും റൈറ്റ് ചെയ്യാം, ഫോട്ടോസ് ഇവിടെ നിന്ന് ആഡ് ചെയ്യാം, ഓഡിയോസ് ആഡ് ചെയ്യാം, സ്റ്റിക്കേഴ്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം, ലൊക്കേഷൻ ആഡ് ചെയ്യാം, എന്ത് കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് ഈ പോസ്റ്റ് വഴി നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. സോ അത് ഞാൻ കാണിക്കുന്നില്ല, സോ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഉള്ള പ്ലസ് ബട്ടൺ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് റീൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റീല് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. വാച്ച് പാർട്ടി, ഈ ഒരു വാച്ച് പാർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമ്മളൊരു ലൈവോ കാര്യങ്ങളോ, ഒരു ക്രിക്കറ്റിന്റെയോ മറ്റോ ലൈവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൈവോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പായിട്ട് ഒരു കുറച്ച് പീപ്പിൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ജോയിൻ ചെയ്തിട്ട് ഒന്നിച്ചിരുന്ന് കാണാനായിട്ട് സാധിക്കും. സോ ഇവിടെ നിങ്ങൾ വെബിൽ ക്ലിക്ക് ചെയ്യുക. സോ ആ ഒരു ലൈവിന്റെ ലിങ്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. സോ ഞാനൊരു ഡെയിലി മോഷന്റെ ഒരു ലൈവ് എടുത്തിട്ടുണ്ട്. സോ ഇവിടെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഏത് ഫ്രണ്ടിനാണ് നമുക്ക് അയച്ചു കൊടുക്കേണ്ടത് അവർക്ക് സെൻഡ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഷോ ഇവിടെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. പബ്ലിക് വേണോ പ്രൈവറ്റ് വേണോ നമുക്ക് സെലക്ട് ചെയ്യാം. സോ പബ്ലിക് വേണമെങ്കിൽ പബ്ലിക് ആയിട്ട് പോകും. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു, പോസ്റ്റ് ക്ലിക്ക് ചെയ്തു. സോ നമ്മുടെ കറന്റ് ഇപ്പം നമ്മുടെ ആപ്ലിക്കേഷനിൽ ലൈവ് റണ്ണിംഗ് ആണ്. സോ നമുക്ക് ആ ഒരു ജെഫിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കാൻ കണ്ടില്ല, ഇവിടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് ആ ഒരു വാച്ച് പാർട്ടി സ്റ്റാർട്ട് ചെയ്തതിന്റെ. സോ ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ കേട്ടോ. സോ യാ, കണ്ടില്ലേ ഇവിടെയും ആ ഒരു ലൈവ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം പ്ലേ ചെയ്യുന്നത്. जवान, तुम्हारी असली एज तो 70 प्लस होगी। शादी के इतने साल हो गए और तुम्हें मेरी एज तक नहीं पता। तुम्हारी मसल ഓക്കെ, കണ്ടില്ലേ ആ ഒരു ലൈവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് ലൈവായിട്ട് അയക്കാനുള്ള കാര്യങ്ങളും ഒക്കെ ഇവിടെ ഓപ്ഷൻ. അങ്ങനെയാണ് ആ ഒരു വാച്ച് പാർട്ടിയുടെ ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നത്. സോ വീണ്ടും ആ ഒരു പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആഡ് എ സ്റ്റോറി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഞാൻ വീണ്ടും പറയുന്നില്ല, ബിക്കോസ് നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഇമേജ് സെലക്ട് ചെയ്യുക. സോ അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റോറികളും കാര്യങ്ങളും ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഓൾറെഡി ഞാൻ സ്റ്റോറി ഇട്ടിട്ടുമുണ്ട്. പിന്നെ ട്രാൻസ്ലേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ ഏത് ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാം. സോ ആ ഒരു കാര്യം ഓക്കെ. സോ ആ ഒരു ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് കണ്ടില്ല ഇഷ്ടമുള്ള രീതിയിൽ ഇതേപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. സോ ഞാനൊരു ട്രാൻസ്ലേഷൻ വീണ്ടും മാറ്റുകയാണ്, ഇംഗ്ലീഷിലേക്ക് തന്നെ ആക്കാണ് കേട്ടോ. സോ വീണ്ടും ആ ഒരു പ്ലസ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റെഫറിൽ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ ഫ്രണ്ടിനെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അത്രയും ആ ഒരു $0.1 എമൗണ്ട് കിട്ടുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ പിന്നെയുള്ള ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാമറ ഫീച്ചർ ഉണ്ട്, നമുക്ക് പോസ്റ്റുകളും കാര്യങ്ങളും ചെയ്യാനായിട്ടാണ്. സോ പിന്നെ ഞാൻ വേണമെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. സോ ജസ്റ്റ് ആ ഒരു ക്യാമറയിലൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ക്യാമറ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് സ്വിച്ച് ചെയ്യട്ടെ. ക്യാമറ ഫ്രണ്ട് ഫേസിങ് എടുക്കാണ്. സോ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു DPIRന്റെ ഒരു വാട്ടർമാർക്കും കാര്യങ്ങളും ഉണ്ട്. സോ അതിനെക്കുറിച്ച് നിങ്ങൾ നോക്കണ്ട. സോ ഇവിടെ നമുക്ക് ആ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ മാസ്കുകളും കാര്യങ്ങളും ഒക്കെ വരുന്നതാണ്. ഓക്കെ, ഇതേപോലത്തെയുള്ള ഫേസ് ഫിൽറ്റേഴ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതേപോലെ തന്നെ എഫക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ എഫക്റ്റുകൾ ഇവിടേക്ക് വരുന്നതാണ്. ഓരോ റെയിൻ വന്നിട്ടുണ്ട്, അങ്ങനത്തെ ഓരോരോ എഫക്ട്സും കാര്യങ്ങളും നമുക്ക് വരുന്നതാണ്. ഫിൽറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഫിൽറ്റേഴ്സും കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ക്യാമറ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസ് ഒക്കെ എടുക്കാൻ കഴിയുന്നതാണ്. സോ ഇതാണ് ആ ഒരു ക്യാമറയും ഫിൽറ്റേഴ്സിന്റെയും ആ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ. പിന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ക്രിയേറ്റ് റൂം, ആ ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നമുക്ക് സൂം മീറ്റിംഗ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിംഗ് പോലെ ഈ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ തന്നെ മീറ്റിംഗ്സ് നടത്താനായിട്ട് സാധിക്കും. സോ അവിടെ നിങ്ങൾ ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഈ ഒരു ID ആണ് റൂമിന്റെ ID. സോ ഞാനിപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് ഈ ഒരു ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ റൂമിൽ. സോ ഞാനിവിടെ ആ ഒരു ID അടിച്ചു കൊടുക്കുകയാണ്. സോ ഞാനിവിടെ അടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് കേട്ടോ.
സോ നമ്മുടെ ആ ഒരു റൂം ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇവിടെ കണക്ടിങ് കാണിക്കുന്നുണ്ട്, കണ്ടില്ലേ? നമ്മുടെ ഒരു ഗൂഗിൾ മീറ്റിംഗ് പോലെ തന്നെയുള്ള ആ ഒരു റൂം ഇവിടെ ഇപ്പൊ കറന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു വീഡിയോസും കാര്യം കാണിക്കുന്നുണ്ട്. ഞാനിവിടെ ജോയിൻ ക്ലിക്ക് ചെയ്യുകയാണ്. സോ എൻ്റെ ആ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് അവിടെ സ്റ്റോപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നു. കാര്യം നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോ എൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് അവിടെ സ്റ്റോപ്പ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു റെക്കോർഡിംഗ് ആയതുകൊണ്ട്. സോ ഇങ്ങനെയാണ് ആ ഒരു കാര്യം വർക്ക് ചെയ്യുന്നത് കേട്ടോ. സോ ഇവിടെ നമുക്ക് ആ ഒരു ഹാൻഡ് പൊന്തിക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ക്യാമറ സ്വിച്ച് ചെയ്യാം, ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വീഡിയോ പോസ് ചെയ്യാനും വോയിസ് പോസ് ചെയ്യാനുമുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ആ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ്. സോ ഐ എം സ്റ്റോപ്പിംഗ് ദീസ് വീഡിയോ റൈറ്റ് നൗ. സോ ഇങ്ങനെയായിരുന്നു ആ ഒരു റൂം ഫെസിലിറ്റി വർക്ക് ചെയ്യുന്നത്. പിന്നെ സെൽ സംതിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും OLX പോലെ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കണോ വാങ്ങണോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. ഇവിടെ പ്ലസ് ബട്ടൺ കൊടുത്ത് ഫോട്ടോ കൊടുക്കാം, ടൈറ്റിൽ കൊടുക്കാം, പ്രൈസ് കൊടുക്കാം, കാറ്റഗറി ആൻഡ് കണ്ടീഷൻ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, നമ്മുടെ ലൊക്കേഷൻ കൊടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും പറ്റും. സോ അതൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ ഇവിടെ ഉള്ളത് ഗോ ലൈവ് ഓപ്ഷൻ ആണ്. സോ ഒരു ഗോ ലൈവിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പം എനിക്ക് കറന്റ് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ ലൈവ് പോകുന്നത് കേട്ടോ. ഈ ഒരു യൂസിലാണ് നമ്മൾ ലൈവ് പോകുന്നത്. ഇങ്ങനെ ലൈവ് പോയി കഴിഞ്ഞാൽ നമുക്ക് യൂസേഴ്സിന് ലോഗിൻ ജോയിൻ ചെയ്യാനും കാര്യങ്ങൾക്ക് പറ്റും. സോ ഇങ്ങനെയാണ് ആ ഒരു ലൈവ് പോകുന്നത് കേട്ടോ. സോ ഞാൻ ബാക്ക് അടിക്കുകയാണ്. സോ ലൈവ് ഫെസിലിറ്റിയും പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ആൻഡ് സോ ഈ ഒരു പ്ലസ് ബട്ടണിലുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു പോഡ്കാസ്റ്റ് ഓപ്ഷനും കൂടി ഉണ്ട്. നമുക്ക് പോഡ്കാസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പോകാനും പറ്റും. ഞാനിത് സ്റ്റോപ്പ് ചെയ്യാൻ കേട്ടോ. കാര്യം ഇതിൽ ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാൻ കഴിയത്തില്ല. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് പിടികിട്ടിയില്ലേ? എല്ലാ കാര്യങ്ങളും അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതേപോലെ തന്നെ നമ്മളിവിടെ നമ്മുടെ പ്രൊഫൈൽ സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, പോസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നതാണ്. സോ ഇവിടെ പിന്നെയുള്ളത് ഞാനിവിടെ അഡ്മിൻ പാനൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല, അത് ഞാൻ കാണിച്ചു തരാം. സോ ഞാനിവിടെ ഓൾറെഡി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അഡ്മിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം. സോ അഡ്മിൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട്, ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അഡ്മിൻ അക്കൗണ്ട് ആണ്. സോ ഞാൻ ആ ഒരു അഡ്മിൻ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു അക്കൗണ്ടിൽ നിങ്ങൾ പ്രൊഫൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 ലൈനിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ഇവിടെ കണ്ടില്ല, ഒരു അഡ്മിൻ പാനലിന്റെ ഓപ്ഷൻ കറന്റ് ഇല്ല. സോ ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഡാർക്ക് മോഡ്, നൈറ്റ് മോഡ്, ഈ ഒരു ഓപ്ഷൻ ഇടാം, മാർക്കറ്റ് പ്ലേസ്, ഈ നേരത്തെ കണ്ട ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ അതിന് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എഡിറ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഫോട്ടോ എഡിറ്ററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ എഡിറ്റർ ഒരു അടിപൊളി എഡിറ്റർ ആണ് കേട്ടോ. സോ നമുക്കൊരു ഫോട്ടോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സോ ഞാനൊരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ വാട്ടർമാർക്ക് ഉണ്ട്, ബട്ട് നമുക്ക് ക്രോപ്പ് ചെയ്യാനും അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് കിട്ടും. ഫിൽറ്റേഴ്സും കാര്യങ്ങളും ഉണ്ട്, നല്ല നല്ല ഫിൽറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ആ ഒരു ഫിൽറ്റേഴ്സും കാര്യങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് ഫെസിലിറ്റി, ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, നമുക്ക് അടിപൊളിയായിട്ട് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ള ഒരു എഡിറ്ററും കൂടിയാണിത്. സോ അത് നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടുന്നതാണ്. സോ അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഒരുപാട് ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട്. ഇനി ഇതൊരു VIP ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, VIP മീൻസ് ഒരു സെലിബ്രിറ്റിയോ കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ പേര് കാര്യങ്ങൾ അതുപോലെ തന്നെ ഗവൺമെന്റ് ഇഷ്യൂടെ ആ ഒരു ഫോട്ടോയും കൂടി സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് ഒരു വെരിഫിക്കേഷൻ ബാഡ്ജും ആപ്ലിക്കേഷനിൽ കിട്ടുന്നതാണ്. സോ ഇതിനോട് പാസ്വേഡ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, റെഫറൽ ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിയർ ബൈ ലൊക്കേഷൻ, നമ്മുടെ ആപ്ലിക്കേഷൻ ആഡ് ചെയ്തിട്ടുള്ള നിയർ ബൈ പ്ലേസസ് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ലൊക്കേഷൻ അടിച്ചു കഴിഞ്ഞാൽ. സോ ആ ഒരു കാര്യം ഇതിനകത്തുണ്ട്. പിന്നെ അവിടെ ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ അഡ്മിൻ പാനൽ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോ ഒരു കാര്യം കൂടി ഉണ്ട്, ഇവിടെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ആണ്. നമ്മുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഉള്ളിലേക്ക് നമുക്ക് അഡ്മിൻ പാനലിൽ നിന്ന് നോട്ടിഫിക്കേഷൻ അയക്കാൻ പറ്റുന്നതാണ്. സോ നമ്മുടെ അഡ്മിൻ അക്കൗണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അഡ്മിൻ പാനൽ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. സോ ഇവിടെ നമുക്ക് എത്ര യൂസേഴ്സ് ഉണ്ട്, എത്ര പോസ്റ്റ് ഉണ്ട്, റീൽസും ഓൺലൈനിൽ എത്ര പേരുണ്ട്, അതേപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. എത്ര വാച്ച് പാർട്ടി നടത്തിയിട്ടുണ്ട്, മെസ്സേജസ് എത്ര പോയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള യൂസേഴ്സ്, റിപ്പോർട്ടഡ് ഗ്രൂപ്പ്സ്, റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പോസ്റ്റുകളും റീൽസും എല്ലാ കാര്യങ്ങളും ഇവിടെ വരും. അതേപോലെ വെരിഫിക്കേഷൻ റിക്വസ്റ്റുകളും ഇവിടെയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ എന്തോ അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഇവിടുന്ന് അയക്കാവുന്നതാണ് കേട്ടോ. സോ ആ ഒരു അനൗൺസ്മെന്റ് കാര്യങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷന്റെ ഉള്ളിലോട്ട് വരുന്നതാണ്. സോ ഇവിടെ ഓൺ ചെയ്തിട്ടുള്ള യൂസേഴ്സും കാര്യങ്ങളും കാണിക്കും. ഇനി ആഡ്സ് ഓൺ ആക്കണമെങ്കിൽ ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ ഓൺ ആക്കാനുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. സോ ഇതാണ് നമ്മുടെ ഒരു അഡ്മിൻ പാനലിൽ ബേസിക് ആയിട്ടുള്ളത്. ബാക്കിയുള്ള അഡ്മിൻ പാനലിൽ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ ഞാനൊരു കാര്യം കൂടി നോക്കാം. നമ്മൾ നോട്ടിഫിക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു, അതോടെ വന്നിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. സോ ഞാനിവരുടെ നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. പ്രൊഫൈലിൽ ഹോമിൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുകയാണ്.
ഓക്കെ, സോ കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ അയച്ചുള്ള നോട്ടിഫിക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു ആപ്ലിക്കേഷൻ സെറ്റപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സോഴ്സ് ഫയലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. അതുവരെയും ഗുഡ് ബൈ.